ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പതിവ് പോലെ ഒന്നും എടുക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ സാമ്പാറാണ് വെക്കാൻ വേണ്ടി പോകുന്നത്. സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ട് രാവിലെ ഇഡ്ഡലിയാണ്. അപ്പോൾ ഇഡ്ഡലിക്ക് തന്നെ ഞാൻ വെച്ചിട്ടുണ്ട്, പരിപ്പ് ഇവിടെ വേവിച്ചിട്ടുണ്ട്. സാമ്പാറിന് വെജിറ്റബിളെല്ലാം ഇതുപോലെ എണ്ണയിൽ വഴറ്റിയ ശേഷം ഞാൻ അതിലേക്ക് പൊടികളൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ പിന്നെ ഇപ്രാവശ്യം പിന്നെ ഞാൻ തേങ്ങ അരച്ച് വെക്കുന്നില്ല, കാരണം തേങ്ങ കഴിഞ്ഞു കേട്ടോ. ആ ഒരു കാരണം കൊണ്ടാണ്. ഇനി വീട്ടിൽ പോയിട്ട് വേണം തേങ്ങയെല്ലാം എടുത്തിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ തേങ്ങയില്ലാത്ത സാമ്പാറും അതുപോലെ തേങ്ങയില്ലാത്ത തോരനൊക്കെയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ എല്ലാം വഴറ്റിയ ശേഷം ഞാൻ ഇതിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പം അതിൽ ഉപ്പൊക്കെ ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടു. ദെൻ വെള്ളം ഒഴിച്ച ശേഷം പരിപ്പ് വേവിച്ച് വെച്ച പരിപ്പ് അതിലിട്ട് കൊടുത്തിട്ട് അത് അവിടുന്ന് വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോഴേക്കും എനിക്കിതപ്പുറം ഞാൻ വെച്ച് പൊരിക്കാൻ വെക്കാമെന്ന് വെച്ചു. അപ്പോൾ ഒരു മീൻ ഉണ്ടായിരുന്നു, അപ്പോൾ ഞാനിതാ ഇതുപോലെ പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചു കേട്ടോ. എണ്ണയിൽ ഒഴിച്ചിട്ട് 2 പീസാക്കിയിട്ട് ഒന്ന് എനിക്കും ഒന്ന് ഹസ്ബൻഡിനും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ സാമ്പാർ ഇതാ നല്ലോണം തിളച്ചു കഴിഞ്ഞ് ഇതിലേക്ക് പൊടിയും അതുപോലെ വറുത്തെടുക്കാൻ വേണ്ട കേട്ടോ. അപ്പോൾ പൊടി ഞാൻ ഇച്ചിരി ഒന്ന് ചൂടാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ ഞാൻ പുളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുളി അതിലേക്ക് പിഴിഞ്ഞ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ പാത്രം തന്നെ കഴുകി അതിൽ തന്നെ പൊടി വറുത്ത് അങ്ങ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഏകദേശം എൻ്റെ പണികൾ ഇങ്ങനെയാണ് കേട്ടോ. എന്നാൽ പിന്നെ അധികം പാത്രം അവിടെ വിരക്കിയാവില്ല, ദെൻ പാത്രം അവിടെ വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും. അതുകൊണ്ട് പിന്നെ ഇങ്ങനെ പണികളാണ് ഞാൻ എടുക്കാറ്. അപ്പോൾ അത് അതിലേക്ക് പൊടി ഞാൻ ഇതുപോലെ വറട്ടാട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ തോരൻ ഇത് അമ്മയുടെ റെഡിയാക്കി തന്നിട്ടുണ്ട്. പക്ഷേ തേങ്ങ ഇല്ലാത്തതുകൊണ്ട് അതിലാവശ്യത്തിൽ ഉപ്പും മുളകും അതുപോലെ തന്നെ സവാളയും മുറിച്ചിട്ടിട്ട് പച്ചമുളകൊക്കെ മുറിച്ചിട്ടിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് കഴിച്ചിട്ട് അതിലൊന്ന് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാട്ടെ ചെയ്യുന്നത്. അപ്പോൾ സാമ്പാർ ഇതാ ഞാൻ രുചിയൊക്കെ നോക്കുന്നുണ്ട്. എന്താവുന്നൊന്നും അറിയില്ല, എന്നാലും അത് അവിടെ ആക്കി. മീൻ ഇതാ പൊരിയുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ. ഇനിയിപ്പം അടുത്ത പരിപാടി എന്ന് പറയുന്നത് തോരൻ വെക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ തോരൻ ഇതാ കരണ്ടിയിൽ ഞാൻ വെച്ചു, കാരണം ഓൾറെഡി ആ പാത്രത്തിൽ വെച്ചുകൊണ്ട് പിന്നെ തോരൻ ഞാൻ ഇരുമ്പിൻ്റെ ചീൻചട്ടിയിൽ കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടുണ്ട്. മീനൊക്കെ അങ്ങനെ ഇതായി. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ എനിക്ക് ഡ്രസ്സിങ്ങും കാര്യം അതുപോലെയുള്ള പരിപാടികളാട്ടോ. അപ്പം അതിൻ്റെ ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ എൻ്റെ ഫുഡ് പാക്കിങ്, അത് കൊണ്ടുപോകാനുള്ള ലഞ്ച് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹസ്ബൻഡിന് ഇലയിൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇലയൊക്കെ എനിക്ക് രാവിലെ മുറിച്ച് കൊടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വാട്ടി അതിൽ ചോറിട്ട് കൊടുത്തു. ദെൻ അച്ചാറിട്ട് കൊടുത്തു. അതേപോലെ തന്നെ കറിനാരങ്ങ ഉണ്ടായിരുന്നു, കറിനാരങ്ങ ഇട്ട് കൊടുത്തു. ഞാൻ ഇന്നലെ ആക്കിയതാട്ടോ കറിനാരങ്ങ. അങ്ങനെ എല്ലാം വെച്ചു. പിന്നെ അതിന് ശേഷം പിന്നെ എനിക്കുള്ള ലഞ്ച് ബോക്സ് ആട്ടോ ഞാൻ പാക്ക് ചെയ്യുന്നത്. പിന്നെ 2 പാത്രത്തിൽ ഞാൻ സാമ്പാർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഇലകളും ആ പാത്രത്തിലേക്ക് തന്നെ വന്നു കേട്ടോ, മല്ലിയരിയും കറിവേപ്പിലയൊക്കെ ആയിട്ട്. പിന്നെ എൻ്റെ ലഞ്ച് ബോക്സ് ആട്ടോ ഞാൻ പാക്ക് ചെയ്തിട്ടില്ല. എനിക്ക് പിന്നെ ടിഫിനുള്ളതുകൊണ്ട് ഞാൻ ടിഫിനിലേക്ക് തന്നെ തോരൻ ഇട്ടു, അതുപോലെ പൊരിച്ചിട്ട് കൊടുത്തു. ദെൻ കറിനാരങ്ങ ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്, അച്ചാർ എടുത്തില്ല, കറിനാരങ്ങ എടുത്തു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.